ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാനുണ്ടായ നഷ്ടം ചില്ലറയല്ല. പാകിസ്ഥാനിലെ മുരീദ് എയർബേസ് പൂർണ്ണമായും തകർന്നുവെന്ന് മാത്രമല്ല, ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അത് പൊളിച്ചു നീക്കുകയും ചെയ്തു പാക് സർക്കാർ. ഇത് സ്ഥിരീകരിക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ. ആക്രമണത്തിനു ശേഷം മാസങ്ങളോളം കെട്ടിടം നന്നാക്കാൻ പാക് സൈന്യം ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ മിസൈലുകൾ ഏൽപ്പിച്ച ആഘാതത്തിൽ കെട്ടിടത്തിന്റെ അടിത്തറ ഇളകിയതോടെ അറ്റകുറ്റപ്പണികൾ പരാജയപ്പെടുകയായിരുന്നു. ഒടുവിൽ തകർന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പാകിസ്ഥാൻ പൂർണ്ണമായും പൊളിച്ചു നീക്കി. ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത പ്രതിരോധ വിദഗ്ധൻ ഡാമിയൻ സൈമനാണ് പാകിസ്ഥാന്റെ ഈ ദയനീയാവസ്ഥ പുറംലോകത്തെ അറിയിച്ചത്. മെയ് 10 പുലർച്ചെ 2 മണിക്കും 5 മണിക്കും ഇടയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ശക്തമായ ആക്രമണത്തിൽ തകർന്ന 10 പാക് താവളങ്ങളിൽ ഒന്നായിരുന്നു ചക്വാളിന് സമീപമുള്ള മുരീദ് എയർബേസ്. പാകിസ്ഥാന്റെ ഡ്രോൺ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഡ്രോണുകൾ അയച്ച് അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിച്ച പാക് ബുദ്ധി കേന്ദ്രത്തിനാണ് ഭാരതം അന്ന് മറുപടി നൽകിയത്. റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് തൊടുത്തുവിട്ട അതിമാരകമായ സ്കാൽപ് മിസൈലുകളാണ് ഈ താവളത്തെ തകർത്തെറിഞ്ഞതെന്നാണ് സൂചന. കോൺക്രീറ്റ് പാളികൾ തുളച്ചുകയറിയ ഉള്ളിൽ സ്ഫോടനം നടത്തുന്ന ഈ മിസൈലിന്റെ പ്രഹരശേഷിയിൽ കെട്ടിടത്തിന്റെ ഉൾഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. ഡിസംബർ മാസത്തിൽ വലിയ പച്ച ടാർപ്പായകൾ ഉപയോഗിച്ച് തകർച്ച മറച്ചുവെക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും ഫെബ്രുവരി 28 പുതിയ ചിത്രങ്ങൾ കെട്ടിടം ഇല്ലാതായി സ്ഥിരീകരിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ശത്രു രാജ്യങ്ങൾക്ക് കൃത്യമായ താക്കീതാണ് ഈ ഓപ്പറേഷൻ നൽകിയത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് താവളമൊരുക്കിയ പാക് സൈന്യത്തിന് നേരിട്ട് പ്രഹരമേൽപ്പിച്ചതോടെയാണ് അന്ന് പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറായത്. അത്യാധുനികമായ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ കമാൻഡ് സെന്ററുകൾ നിഷ്പ്രഭമാക്കാൻ ഭാരതത്തിന് കഴിയുമെന്ന് ഈ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി തെളിവാകുന്നു. മുരീദ് എയർബേസിലെ ഭൂഗർഭ താവളങ്ങളും ഇന്ത്യ തകർത്തിരുന്നു. തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോൾ നവഭാരതത്തിന്റെ സൈനിക കരുത്ത് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. അതേസമയം പഹൽഗാം ആക്രമണത്തിന് മറുപടി നൽകുന്നതിന്റെ ഭാഗമായി 22 മിനിറ്റ് കൊണ്ടാണ് 9 ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ കര, വ്യോമ, നാവിക സേനകൾ ചേർന്നാണ് ആക്രമണം നടത്തിയത്. പാക് പഞ്ചാബിലെ 5 കേന്ദ്രങ്ങളും പാക് അധിനിവേശ കാശ്മീരിലെ 4 കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള 9 ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഈ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കാരണമുണ്ടായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ച സംഘടനകളുടെ എല്ലാം പേരുകൾ ഇവിടെ ഉണ്ടായിരുന്നു. മെയ് 7 നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിൽ 170 ഭീകരരെ വധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ പ്രധാന ഭീകര കേന്ദ്രമായ ബഹോൽപൂരാണ് ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത്. സായുധ സേനയുടെ ഈ ചരിത്ര നിമിഷം അടയാളപ്പെടുത്താൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ കോക്പിറ്റിൽ പെൺപുലികളായ പൈലറ്റുമാരും ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച ഭീകരർക്ക് മറുപടി നൽകാൻ ഇന്ത്യയുടെ കരുത്തരായ സ്ത്രീകളും രംഗത്തിറങ്ങിയിരുന്നു. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിന് ഇന്ത്യ പകരം ചോദിച്ചിരിക്കുന്നു എന്ന വാർത്ത ലോകത്തോട് വിളിച്ചു പറയാൻ രാജ്യം നിയോഗിച്ചത് 2 സ്ത്രീകളെ തന്നെയായിരുന്നു. കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഈ പേരുകൾ ഇന്ന് ഇന്ത്യക്കാർക്ക് സുപരിചിതമാണ്. ഇന്ത്യയുടെ സായുധ പോരാട്ടത്തിൽ 42 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇന്ത്യക്ക് നഷ്ടമായത് 7 ജവാന്മാരെയായിരുന്നു. സ്ത്രീകളുടെ കണ്ണീര് തുടയ്ക്കാൻ സ്ത്രീകളെ തന്നെ കളത്തിലിറക്കിയാണ് ഇന്ത്യ മറുപടി നൽകിയത്. സാധാരണയിലധികം വനിതാ പൈലറ്റുമാർ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് ഇത് അഭിമാനകരമായ നേട്ടമായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.